അവിടെ സെക്കൻഡ് വേൾഡ് വാർ കൊടുമ്പിരി ഉള്ളുമായിരിക്കും. അപ്പൊ ഇവിടെ ഉള്ള കുഞ്ഞു വീട്ടിലത്തെ അപ്പൂപ്പന്റെയും കൊച്ചുമോളുടെയും കഥ എന്ന് പറഞ്ഞ രീതിയിൽ ഫസ്റ്റ് സീനിൽ തന്നെ ഇങ്ങനെ ഒരു കാർട്ട് ആണ്. അതിനൊരു വലിയ എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സീനിൽ ഒരു വെറുതെ ഒരു ചെറിയ ഒരാൾ വരുന്നതിന് ഈ എക്സ്പെൻസ് ആണെങ്കിൽ ഇനി പോകെ 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 ரொம்ப ദൂരം പോകേണ്ടത്. കഥ കിട്ടുന്ന ഒരു ഡയലോഗിലാണ് ഇതിന്റെ വൺ ലൈന് പോകുന്നത്. അത് റിവീൽ ചെയ്യാൻ പറ്റുന്നതാണോ? റിവീൽ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ പടം കണ്ടു. ഏറ്റവും അവസാനം വോയിസ് ഓവർ ആയിട്ട് ചേട്ടത്തി കേൾക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒരു ഇംഗ്ലീഷ് ഡയലോഗ്, ഒരു ഫ്രേസ് ഉണ്ട്. എനിക്ക് ഓർമ്മയില്ല. അത് ഈ പറഞ്ഞ സുരക്ഷയും സംരക്ഷണവും ഒക്കെ മുന്നേ ആളുടെ പറയുന്ന ഡയലോഗ്. ആ സംഭാഷണം, ആ ലൈനായിരുന്നു മനസ്സിൽ ആദ്യം വന്നിരുന്നത്. കഥയൊന്നുമില്ല, കഥാപാത്രമില്ല. അപ്പൊ ആ ഒരു ലൈൻ, വാട്ട് ഇഫ് ഇങ്ങനെ പ്രഥമദൃഷ്ടിയ ഇങ്ങനെയെന്ന് തോന്നുന്ന ഒരു കാര്യം വാസ് ആക്ച്വലി വേറൊന്നാണെങ്കിൽ എന്നുള്ളൊരു ലൈനായിരുന്നു അതുണ്ടായിരുന്നത്. അപ്പോൾ അത് ഏത് പ്ലോട്ടിലേക്ക് പ്ലേസ് ചെയ്യണം, ഏത് കഥയിലേക്ക് പ്ലേസ് ചെയ്യണം എന്നുള്ളതായിരുന്നു പിന്നീട് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം ഒരു 17th century 18th century ട്രാവൻകൂർ പശ്ചാത്തലത്തിലൊക്കെ അങ്ങനെയൊക്കെ ആലോചിച്ചായിരുന്നു. മറ്റേ രാജാപ്പാർട്ട് എന്നുള്ള രീതിയിലല്ല, ചില വിദേശ ഭാഷകളിലൊക്കെ ഉണ്ടാവാറില്ലേ, അതായത് അവിടെ സെക്കൻഡ് വേൾഡ് വാർ കൊടുമ്പിരി ഉള്ളുമായിരിക്കും. അപ്പൊ ഇവിടെ ഉള്ള കുഞ്ഞു വീട്ടിലത്തെ അപ്പൂപ്പന്റെയും കൊച്ചുമോളുടെയും കഥ എന്ന് പറഞ്ഞ രീതിയിൽ ഉണ്ടാവുമല്ലോ. എന്ന് പറയുന്ന പോലെ 8 വീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡവർമ്മ ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഒക്കെ സമയത്ത് ഇവരൊന്നും വരാതെ, കഥയിലേക്ക് ഒന്നും വരാതെ, എവിടെ ഒരു ബൈ കണക്ഷനുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടേഴ്സിന്റെ വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നടക്കുന്ന ഒരു പ്ലോട്ട്. അങ്ങനെ ആലോചിച്ചാലോന്ന് വെച്ചിട്ട് റൗണ്ട് ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഒരു ചെറുകഥ പോലെ ഒന്ന് എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ ടെക്നീഷ്യൻ അവയർനെസ് എപ്പോഴും തലയിൽ കിടക്കണമുണ്ട്, ബഡ്ജറ്റ് ലോജിസ്റ്റിക്സ് അവയർനെസ് തലയിൽ കിടക്കണമുണ്ട്. ഇത് എഴുതി വെച്ച് പെട്ടിയിൽ ഇരിക്കുകയുള്ളൂ, ഇതിന് ബഡ്ജറ്റ് ഭയങ്കര മൗണ്ട് ചെയ്യേണ്ടി വരും, അപ്പൊ ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നമായിട്ട് ഇരിക്കും. അപ്പൊ ഇനി ഇത് നടപടി ആകാൻ എന്താ ചെയ്യാ, നടപടിയായിട്ട് കാര്യമുള്ളൂ. അപ്പൊ ആളുകൾ കണ്ടിട്ടല്ലേ ഇത് കാര്യം. അപ്പോൾ അതിന് എവിടെ പ്ലേസ് ചെയ്യാന്നുള്ളത് നോക്കി. പിന്നെ ഒരു 1930s പിടിച്ചാലോ, ഈ റസ്കിൻ ബോണ്ട് നോവലുകളൊക്കെ ഇഷ്ടമാണ്, അല്ലെ ജിം കോർബറ്റിന്റെ ബുക്കുകൾ, അയാളെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ്, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ ടെറൈനെ കുറിച്ചും അന്നത്തെ കാലത്തെ ഒരു മിലിയുവിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീൽ ഫാസിനേറ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെ പിടിച്ചാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ 1930s ഏകദേശം ഒന്ന് ലോക്കായതായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് എഴുതാൻ തുടങ്ങണേ. അപ്പൊ സീൻ 1 എന്ന് പറഞ്ഞിട്ട് അത് എഴുതി തുടങ്ങണത് അതാ 1930s ആയിരിക്കാം, കൊല്ലം മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ എഴുതി തുടങ്ങുന്ന ഫസ്റ്റ് വാചകത്തിൽ തന്നെ ഒരു വണ്ടിയിൽ ഒരാൾ വരുന്നു എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പൊ എഴുതുമ്പോൾ തന്നെ അന്നത്തെ കാർട്ട് വേണമല്ലോ. അപ്പൊ ഫസ്റ്റ് സീനിൽ തന്നെ ഇങ്ങനെ ഒരു കാർട്ട് ആണ്, അതിനൊരു വലിയ എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സീനിൽ ഒരു വെറുതെ ഒരു ചെറിയ ഒരാൾ വരുന്നതിന് ഈ എക്സ്പെൻസ് ആണെങ്കിൽ ഇനി പോകെ 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 ரொம்ப ദൂരം പോകേണ്ടിയത് എന്ന് പറയുന്നതുകൊണ്ട് അപ്പൊ തന്നെ ഓക്കെ വേണ്ട, ഇനി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോകാൻ പറ്റുന്നതിന്റെ ബെയർ മിനിമം ആൻഡ് മറ്റേ മാക്സിമം എന്താണെന്നുള്ളൊരു ബോർഡർ ലൈൻ ക്രാക്ക് ചെയ്തിട്ട് ഓക്കെ ജീപ്പ് വരട്ടെ, പറ്റുന്നതിലും പഴയൊരു ജീപ്പാക്കാം. അപ്പൊ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു പീരീഡ് എന്തായാലും വേണമായിരുന്നു. ബിക്കോസ് ഇതിന്റെ ഒരു അങ്ങനത്തെ ഒരു മിലിയിൽ ഇത് സെറ്റ് ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അങ്ങനെ ലോജിസ്റ്റിക്കൽ തീരുമാനം എടുത്തിട്ടാണ് പോയത്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആണ് എഴുതി തുടങ്ങിയതിന് ശേഷമാണ് പെട്ടെന്ന് ഇപ്പോൾ നിൽക്കുന്ന പ്രസന്റ് കാലഘട്ടം, നമ്മുടെ പ്രസന്റ് അല്ല സ്റ്റോറിയുടെ പ്രസന്റ് കാലഘട്ടം എന്നുള്ളത് ഓൺ ദ ഗോയിൽ കളവണ്ടിക്ക് ബഡ്ജറ്റ് ആവും. ടോട്ടലാണ് ഓക്കെ, ആ കൊല്ലം വേണ്ട, ഫോർഗെറ്റ് റസ്കിൻ ബോണ്ട് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്.